എടാ, ഈ 600 കോടി സ്വത്തുള്ള വിജയ്ക്ക് മ്യൂച്വൽ ഫണ്ട് ഒന്നുമില്ല. പിന്നെ നീ എന്തിനാണ് നമ്മളോട് മ്യൂച്വൽ ഫണ്ട് തുടങ്ങാൻ പറയണത്? എടാ, അത് വിജയുടെ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ ഉരുളെന്നല്ല. മനസ്സിലായി. എന്നാ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നീ എന്താ വിരാട് കോഹ്ലിയുടെ ഡയറ്റ് പ്ലാൻ നോക്കാത്ത? എന്തിന് വിരാട് കോഹ്ലിയുടെ ഡയറ്റ് പ്ലാൻ നോക്കണ? മാട് പോലെ കിടന്ന് ഓടണ അതുപോലെ ഞാൻ ഓടണില്ലല്ലോ. അതേപോലെ ഓരോരുത്തർക്കും ഓരോ പ്ലാനുകളാണുള്ളത്. ഫിനാൻഷ്യൽ പ്ലാൻ വരുമ്പോഴും അത് തന്നെയാണ്. ഇപ്പൊ വിജയ് എടുക്കുക, വിജയുടെ ഇപ്പം ഡിക്ലെയർ ചെയ്ത് സെൽഫായിട്ടുള്ളതാണ് ഡിക്ലെയർ ചെയ്തേക്കുന്നത്. അവനിപ്പം കമ്പനി കാണും, അതേപോലെ തന്നെ ട്രസ്റ്റുകൾ കാണും. അതിനകത്തുള്ള ഡീറ്റെയിൽസ് ഒന്നും നമ്മുടെ കയ്യിൽ വന്നില്ല. ഇനി പോട്ടെ, ഇൻഡിവിജ്വലി 600 കോടിയുണ്ട്. ആലോചിക്കണം, 600 കോടിയാണ്. അതിനകത്ത് ഏറ്റവും ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു FD നായപ്പോൾ 6% കിട്ടുന്നുണ്ട് അല്ലേ? ഒരു 600 കോടിയുള്ള ഒരാൾ എന്താ ചെയ്യുന്നത്? കൂടുതൽ വെൽത്ത് ഉണ്ടാക്കാൻ നോക്കൂ, അതോ വെൽത്ത് പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കൂ? അത് നമ്മളും ഫോളോ ചെയ്യുന്ന പറഞ്ഞ പാടുണ്ട്. നിനക്കിപ്പോ എത്രയാണ് നിന്റെ മന്ത്ലി SIP? മന്ത്ലി SIP ഒരു 10,000 രൂപയൊക്കെ ഉണ്ടല്ലോ. 10,000 രൂപ. ഈ 10,000 രൂപ കൊണ്ട് നീ വെൽത്ത് ബിൽഡ് ചെയ്യാൻ നോക്കൂ, അത് പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കൂ? ബിൽഡ് ചെയ്യാൻ നോക്കൂ. അങ്ങനെ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെൽത്ത് അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം. വെൽത്ത് അസറ്റ്സിൽ ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടാണ്. അല്ലാതെ വിജയ് അത് ചെയ്തു, വിരാട് കോഹ്ലി അത് ചെയ്തു എന്നുള്ളതല്ല. മനസ്സിലായോ? ഓക്കെ.